സാർ ആഫീസിലേക്ക് പോകുന്നതിന് മുമ്പേ എത്തിയില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് കരുതി. എന്ത് പ്രശ്നം? സാറേ, ആ റൗഡി ഉടുമ്പ് ഭാർഗവന് സാറിന് ഓർമ്മയില്ലേ? ഉണ്ട്. അയാൾ ജയിലിലല്ലേ? ജയിലായിരുന്നു. 2 കൊല്ലത്തേക്കായിരുന്നല്ലോ അന്ന് ഭാർഗവനെ ശിക്ഷിച്ചത്. ശിക്ഷ വിധിച്ചതിന്റെ പിറ്റേന്ന് എന്നെ ഭാർഗവൻ അന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു. അപ്പീലിന്റെ കൂടെ കൊടുത്ത ജാമ്യാപേക്ഷയിൽ മെനിയാന്ന് വിധിയായി. ഭാർഗവനെ ജാമ്യത്തിൽ വിട്ടു. ഇന്നലെ കക്ഷി പുറത്തിറങ്ങി. സാറിനോടുള്ള പഴയ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വന്നിരുന്നിട്ട് സാറിനെ തല്ലും എന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ആ, അന്ന് മോനേഴ് സാറ് സാക്ഷി പറഞ്ഞത് കൊണ്ടല്ലേ ഈ ഭാർഗവനെ ശിക്ഷിച്ചത്. സാധാരണ അവനെ ആരെ എന്ത് ചെയ്താലും സാക്ഷി പറയാൻ ആളെ കിട്ടൂല. ജീവന് കൊതിയുള്ള ആരെങ്കിലും സാക്ഷി പറയാൻ ചെല്ലു വക്കീലേ? ഞാൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. ഭാർഗവൻ നട റോഡിൽ വെച്ച് ശിവശങ്കരനെ തല്ലെന്ന് ഞാൻ കണ്ടു. ഞാൻ കോടതി പോയി പറഞ്ഞു. ഞാൻ ഒരു ഗാന്ധിനാ, കള്ളം പറയാൻ പറ്റില്ല. സാർ ഒരൊറ്റ ആളിന്റെ മൊഴി കൊണ്ടാണ് ഭാർഗവനെ ശിക്ഷിച്ചത്. അതിന്റെ കലി ഭാർഗവന് സാറിനോട് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ ചായക്കടയിൽ വെച്ച് പരസ്യമായി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സാർ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓ, അങ്ങനെ പഠിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാ. എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന ഭാർഗവൻ വിവരം അറിയാം. നോക്കിയോ? ഞാൻ ഇറങ്ങുന്നു. വക്കീലെ, ആള് ഭാർഗവനാണ്. ഒന്ന് സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. എങ്ങനെയെങ്കിലും സാറിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഒറ്റയ്ക്ക് ആഫീസിലേക്ക് പോകുന്ന ബുദ്ധിയല്ല. വഴിയിൽ എവിടെയെങ്കിലും ഭാർഗവൻ മറഞ്ഞു നിന്നാലോ? പകലാണോ വഴിയാണോ ഒന്നും ഭാർഗവൻ നോക്കൂല. ഇതൊന്നും പറഞ്ഞ മോഹനയുടെ മനസ്സിലാവില്ല ഉത്തമ. പറ്റാനുള്ളത് പറ്റിയാലേ വില്ലേജർക്ക് മനസ്സിലാവുള്ളൂ. ഉത്തമ അറിഞ്ഞൂടെ സ്വഭാവം. 2 കൊല്ലത്തെ കഠിന തടവിന് ശിക്ഷിച്ചിട്ട് ഇപ്പം മാസം 4 ആയിട്ടുള്ളൂ കാഞ്ഞിന് സാറേ. പിന്നെങ്ങനെ ഭാർഗവൻ ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങി? ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയതല്ല പ്രഫേ, ജാമ്യത്തിൽ ഇറങ്ങിയതാ. കോടതി ശിക്ഷിച്ചാലും അപ്പീൽ കൊടുക്കുമ്പോ ജാമ്യത്തിന് അപേക്ഷിക്കാം. ചുരുക്കത്തിൽ ഇനി മോഹനേഷ് സാറിന് വീടിന്റെ പുറത്തിറങ്ങണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരും. ആള് ഭാർഗവനാ, പറഞ്ഞതുപോലെ ചെയ്യും. അല്ലെങ്കിൽ ഭാർഗവന് മേലും കീഴും നോക്കാനുണ്ടോ പ്രൊഫസറെ? ഒറ്റത്തടി പരമസുഖം. 2 കൊല്ലമല്ല 25 കൊല്ലം ജയിലിൽ കിടക്കാനും അവൻ റെഡിയാ. നമസ്കാരം. ഭാർഗവൻ എന്നെ തല്ലുന്നത് കണ്ടാലേ സ്വയംപ്രഭയ്ക്ക് സന്തോഷമാകൂ എന്നാണോ? അയ്യോ, അങ്ങനെയല്ല സാറേ. പല സ്ഥലത്തും ഭാർഗവൻ സാറിന്റെ കാര്യം പറഞ്ഞത് കേട്ടു. അങ്ങനെ പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യം കാണുമല്ലോ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്നെ എന്തെങ്കിലും ചെയ്താൽ ഭാർഗവൻ വിവരം അറിയും. സാറേ, ഭാർഗവൻ എന്ത് വിവരം അറിയാനാ? മോളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ലേ അവൻ. പക്ഷെ എന്നെ എന്തെങ്കിലും നാട്ടിൽ നോക്കിക്കോ. ആളുകൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹവും ബഹുമാനവുമാണ്. സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട സാറേ. സപ്ലൈ ഓഫീസിൽ പണ്ടുണ്ടായിരുന്ന ബഷീർ സാറിന് ഓർമ്മയുണ്ടോ? നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ സപ്ലൈ ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഈ ഭാർഗവൻ ബഷീർ സാറിനെ തല്ലിയപ്പോഴേ സകലവരും നോക്കി നിന്നില്ലേ. പിടിച്ചു മാറ്റാൻ ഒരാൾ പോലും പോയില്ല. എല്ലാവർക്കും അവരുടെ പ്രാണനല്ലേ സാറേ വലുത്. ജീവൻ പണയം വെച്ച് ഒരാൾ സഹായിക്കാൻ പറ്റില്ല. പിന്നെ സപ്ലൈ ഓഫീസിലെ ബഷീർ സാറിനെ പോലെ ഞാൻ എന്നോട് കളിക്കുന്നത് ഭാർഗവൻ വേണ്ടേ? ശശിപാലൻ ചേട്ടാ, മോഹനേഷ് സാർ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നല്ല ധൈര്യശാലിയാ. ഹലോ. സാറേ, ഞാനാണേ ഉത്തമ. എന്താ ഉത്തമ? സാറേ, നമ്മുടെ ഭാർഗവൻ സാറിനെ കാണാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എങ്ങോട്ട്? വില്ലേജ് ഓഫീസിലോട്ട്. ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. അവന്റെ മട്ടും ഭാവവും ഒക്കെ കുറച്ച് പെശകാണ് സാറേ. ഒരു 10 മിനിറ്റിനുള്ളിൽ അവൻ അവിടെ എത്തും. സാറേ, ആള് ഭാർഗവനായതുകൊണ്ട് പറയാണ് തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി. നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അയ്യോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എല്ലാം സാറിന്റെ ഇഷ്ടം. ഉത്തമ, ഭഗവാനെ
വില്ലേജ് ഓഫീസിൽ കയറി വില്ലേജ് ഓഫീസറെ തല്ലിയ നാട്ടുകാരറിഞ്ഞ എന്താ നട റോഡിൽ വെച്ച് ഇവരെന്നെ തല്ലിയ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്.